പാളുങ്കു കാടൽ നല്ല രാത്രിയുടെ സമയത്തിനായിട്ട് ക്രൂസിനെ ധ്യാനിപ്പാൻ ഒരു രാത്രിയോടെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനായിട്ട് വാഴ്ത്തുന്നു. നിന്റെ ക്രൂസിലെ സ്നേഹം ഞങ്ങളിപ്പോൾ പാടിയതുപോലെ ഞങ്ങളുടെ ജീവന്റെ ആധാരം അത് മാത്രമാണ് ഞങ്ങളുടെ ജീവന്റെ ആധാരം. ഒരു പ്രാവശ്യം കൂടി അടിവരയിട്ട് ചിന്തിപ്പാൻ ധ്യാനിക്കും. എൻ്റെ സ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ ആലിംഗനം ചെയ്യും. ഞങ്ങളുടെ കർത്താവെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും. ഈ രാത്രിയിൽ ബലഹീനനായിട്ട് അടിയനെ താങ്ങും. കേൾക്കുവാൻ എൻ്റെ മക്കളെയും ഞങ്ങൾക്ക് ഒന്നിച്ച് തിരുവോധനം പങ്കിടുമായി എൻ്റെ പരിശുദ്ധാത്മാവിനെയും ഞങ്ങളുടെ ഇടയിലാക്കി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, സുവിശേഷ വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ ദിവസങ്ങളിൽ നാം ക്രൂശിന്റെ വചനത്തെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അതിരക്ഷ കൃപ നമ്മുടെ മേൽ, നമ്മുടെ ധ്യാനങ്ങളുടെ മേൽ, നമ്മളെ ധ്യാനിപ്പിക്കുന്നവരുടെ മേൽ, കേൾക്കുന്നവരുടെ മേലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മൾ 50 ദിവസമാണല്ലോ നോമ്പ് ആചരിക്കുന്നത്. ചില സഭകൾക്ക് 50 ദിവസമില്ല, ചില സഭകൾക്ക് 40 ദിവസമാണ്. നമ്മുടെ കിഴക്കൻ സഭകൾ, ഈസ്റ്റേൺ സഭകൾ 50 ദിവസം നോമ്പ് നോക്കും. അതായത് ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ചയാണ് വാസ്തവത്തിൽ അത് ആ നോമ്പിൻ്റെ ദിവസം പ്രാവർത്തികമാകുന്നത്. അത് തിങ്കളാഴ്ച ദിവസം ഈ കിഴക്കൻ സഭകൾ അത് ക്ലീൻ മൺഡേ എന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസമാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു ശുചീകരണം നടക്കുന്ന മൺഡേ. പിന്നീടുള്ള ദിവസങ്ങൾ ഈ മാംസാദികൾ കഴിക്കാതെ നോമ്പെടുക്കുന്നവരുണ്ട്. ചിലർ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ഈ നോയമ്പ് നോക്കുന്നവരുണ്ട്. ചിലർ ലഘുവായിട്ട് 3 നേരം 4-5 മുട്ട മാത്രം കഴിച്ച് നോമ്പ് നോക്കുന്നവരുണ്ട്. അങ്ങനെയാണ് ചിലരൊക്കെ നോമ്പ് നോക്കുന്നത്. എന്നാൽ വെസ്റ്റേൺ സഭ, അതായത് പാശ്ചാത്യ സഭകൾ അത് അനുഷ്ഠിക്കുന്നത് 40 ദിവസമേ ഉള്ളൂ. 40 ദിവസം വരാൻ കാരണം ഈ ആഷ് വെനസ്ഡേ എന്ന് പറയുന്ന ചാരബുധൻ കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചകളും ഒഴിവാക്കി, ഞായറാഴ്ച നോമ്പിനകത്തുള്ളതല്ല, ഞായറാഴ്ച മാത്രം ഒഴിവാക്കി 40 ദിവസം ആഘോഷിക്കുന്ന ചില സഭകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് പൈസയില്ലാത്ത എല്ലാ ദിവസവും നമുക്ക് നോയമ്പാം. എന്നാൽ 80 ദിവസവും നമ്മുടെ ചില കുഞ്ഞുങ്ങൾ, ഇപ്രാവശ്യത്തെ സെമിനറിയിലുള്ള
ഏതാനും ചില കുഞ്ഞുങ്ങൾ അതുപോലെ നോൺ വെജൊക്കെ ഒഴിവാക്കി ദിവസങ്ങളുടെ നോമ്പ് നോക്കുന്നത് വളരെ പ്രശംസനീയമാണ്. പല ഗുണങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന്, ഇത്രയും ദിവസം മത്സ്യവും മറ്റു മാംസവും ഒക്കെ ഒഴിവാക്കി നിങ്ങളെ തന്നെ, നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്, ഭക്ഷണത്തിന്റെ ചെലവ് കുറയും അല്ലേ? മത്സ്യവും മാംസവും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ അളവ് വളരെ കുറയും. അങ്ങനെ എല്ലാ രീതിയിലും നോയമ്പ് നല്ലതാണ്. നിങ്ങൾ അത് ആഘോഷിക്കുന്നതിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കും. ഞാൻ ഇന്ന് എടുത്തതായിട്ടുള്ള ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളാണ്. ഇന്നലെയും നമ്മുടെ പ്രിയപ്പെട്ട ഷുസാർ ഗെത്സമനയിൽ നമ്മെ കൊണ്ടെത്തിച്ച് തോട്ടത്തിലിട്ടിട്ട് നമ്മളെ വിട്ടുപോയി. ഇന്നും ഗെത്സമനയിൽ കൂടെ ഒരു ചെറിയ യാത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് നമ്മുടെ ഈ ക്രൂശിനെ ധ്യാനിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം? ജീവിതം മുഴുവൻ എല്ലാ ദിവസവും എല്ലാ നിമിഷവും ക്രൂശിനെ ധ്യാനിക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടെന്നാൽ എല്ലാ ദിവസവും ക്രൂശിനെ ധ്യാനിക്കുന്നത് സന്തോഷകരം. അല്ലാതെ ഈ കഷ്ടാനുഭവ ആഴ്ചകളിൽ നോമ്പ് നോക്കുന്ന ദിവസങ്ങളിൽ മാത്രമല്ല ക്രൂശിന്റെ പ്രാധാന്യം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിന്റെ അവസാനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ചൂടടയാളം വെച്ചു. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് എവിടെയെങ്കിലും പ്രശംസിപ്പാനായിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ വേറെ നിർവാഹമില്ല. അപ്പൊ ക്രൂശ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും, നമ്മുടെ ആത്മീയ ജീവിതത്തെ എപ്പോഴും ഉത്തേജിപ്പിക്കുന്നതും നമ്മെ ഉത്സാഹിപ്പിക്കുന്നതും ശുശ്രൂഷകരായിട്ടുള്ള നമുക്ക് മാത്രമല്ല, വീട്ടുജോലിയിൽ, അതായത് വീട്ടിൽ മാതാക്കൾക്കും നാം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ക്രൂശ് എന്ന് പറയുന്നത് നമ്മെ ഉത്തേജിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. ക്രൂശ് ഞാൻ പറയാറുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്, ക്രൂശ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ആറ്റം ബോംബ് കേട്ടിട്ടുണ്ട്. ആറ്റം ബോംബ് 2ാം ലോക മഹായുദ്ധ കാലത്ത് ആറ്റം ബോംബ് ഇട്ടതിൻ്റെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ടതിൻ്റെ അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോഴും അവിടെ ആളുകൾക്കുണ്ടെന്നാണ് പറയുന്നത്. അതിനെ ചില രീതിയിൽ ഞാൻ ഈ ക്രൂശും ആറ്റം ബോംബും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്താറുണ്ട്. അതായത് ക്രൂശ് എന്ന് പറയുന്നത് ഏകദേശമൊക്കെ അതുപോലെയാണ്. തമ്മിൽ അജഗജാന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. അതിനോട് ചേർത്ത് അതേ രീതിയിൽ തന്നെ പറയുകയല്ല. എന്നാൽ ആറ്റം ബോംബ് സകലത്തെയും നശിപ്പിക്കുന്നതാണ് ആറ്റം ബോംബ്. എന്നാൽ അതിൻ്റെ നേരെ എതിരാണ് ക്രൂശ് എന്ന് പറയുന്നത്. ക്രൂശും ചെറിയൊരു സംഗതി, ഒരു ചെറിയ ഒരു കാൽവറിയുടെ മേലിൽ ഉള്ളതായ ഒരു സംഗതിയാണ്. എന്നാൽ ക്രൂശ് സകലത്തെയും പുതുതാക്കുന്നതാണ്. ആറ്റം ബോംബ് സകലത്തെയും നശിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വലിയ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയുടെയും ജപ്പാന്റെയും ഒക്കെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ആറ്റം ബോംബ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഭൂമിയെ 4 വട്ടം 5 വട്ടമൊക്കെ നശിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ശക്തിയുള്ള കഴിവുള്ള ആറ്റമാണെന്നാണ് പറയുന്നത്, ബോംബാണെന്നാണ് പറയുന്നത്. അതൊക്കെ എടുത്ത് ഉപയോഗിക്കാതിരിക്കട്ടെ. എന്നാൽ അതുപോലെ തന്നെ ക്രൂശ് ഈ ഭൂമിയെ തന്നെ, ഭൂമിയിലുള്ള സകല ജനത്തെയും വ്യത്യാസപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒന്നാണ് കുരിശ്. അതുകൊണ്ട് കുരിശിന്റെ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒന്നല്ല, അനന്തമായിട്ടുള്ള സാധ്യതയാണ് കുരിശിന്റെ മുമ്പിലുള്ളത്. അത് ഏതൊരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്. കർത്താവ് അപ്പോസ്തലന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ അവർക്ക് ജീവൻ ഉണ്ടാവാനും സമൃദ്ധിയായി ഉണ്ടാവാനും അത്രേ വന്നത്. ക്രൂശിൽ സമൃദ്ധിയാണ്, ക്രൂശിന്റെ ചുവട്ടിൽ സമൃദ്ധിയാണ്. അത് ക്രൂശിനെ നോക്കുന്നവൻ, ക്രൂശിനെ തൊടുന്നവൻ, ക്രൂശിനെ കണ്ടു നിൽക്കുന്നവൻ, ക്രൂശിനെ അവലോകനം ചെയ്യുന്നവനൊക്കെ ക്രൂശിൽ കൂടെ, കർത്താവിന്റെ കുരിശിൽ കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവനും അവന്റെ സന്തതികളും അവന്റെ പരമ്പരകളും തലമുറകളും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്.
എന്നുള്ളത് കുരിശിൽ നാം കാണുന്നതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ തുടർന്ന് രാത്രിയിലെല്ലാം ക്രൂശിനെ ധ്യാനിക്കുന്നതായിട്ട് അവസരം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുരിശിനെ അടുത്തറിയാനായിട്ടാണ് വരുന്നതെങ്കിലും കുരിശിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കുരിശിനെ അടുത്തറിയുക മാത്രമല്ല, കുരിശിനെ തിരിച്ചറിയുക. അത് ഈ ദിവസങ്ങളിലൊക്കെ കുരിശിനെ അടുത്തറിഞ്ഞുകൊള്ളുക, പക്ഷെ അതേ അവസരത്തിൽ തന്നെ ഏറ്റവും അടുത്തിയെന്ന് കുരിശിനെ തിരിച്ചറിയുവാൻ നമുക്കിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ആറ്റമ്പ് കേൾക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ കുരിശ് പ്രത്യാശയുള്ളതാക്കുന്നതായിട്ടുള്ള സമയം. ഈ ആറ്റബോംബ് ഞാൻ പറഞ്ഞതുപോലെ സകല ചരാചരങ്ങളെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കുരിശെന്ന് പറയുന്നത് അത് ജീവനുള്ള മീൻസ് ഈ മാനുഷിക ബന്ധങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, സകല സൃഷ്ടിക്കും അതൊരു പുനരുത്ഥാനത്തിൻ്റെ കാരണമാക്കി നിൽക്കുന്നതായിട്ട് സംഗതിയാണ്. നമുക്ക് ഈ ഗത്സമനയിലേക്ക് വരാം. നമ്മുടെ വായിച്ചത് അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുമ്പോൾ ഇവിടെ ഇരിക്കുകയും എന്നത്. പത്രോസിനെയും സബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടു. 3 കാര്യങ്ങൾ മാത്രം ഈ ഗത്സമനയുമായി ബന്ധപ്പെട്ട് പറയുവാൻ ഞാൻ താല്പര്യപ്പെട്ടു. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് താന് ശിഷ്യന്മാരുമായി സല്ലപിച്ച, ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിച്ച, അവരുമായിട്ടൊരു ബന്ധം കുറച്ചുകൂടെ സ്ഥാപിക്കുവാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു സ്ഥലം ഗത്സമന. ഇങ്ങനെ സാറ് പ്രസംഗിച്ചതായിട്ടുള്ള അവസരത്തിൽ പറഞ്ഞല്ലോ, ഇതുപോലെ ഒരു തോട്ടം, ഏദൻ തോട്ടം. ആ തോട്ടത്തിൽ ഒന്നാം മനുഷ്യനായിട്ടുള്ള ആദാമിനെ ആക്കിയതിന് ശേഷം അവന് അവിടെ വസിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, അവിടെ പ്രയത്നിക്കുവാനൊക്കെ ഉള്ളതായ അവസരങ്ങളൊക്കെ പിതാവ് കൊടുത്തെങ്കിലും, യഹോവയായ ദൈവം കൊടുത്തെങ്കിലും അവിടുന്ന് പിന്നെ അവൻ ആ തോട്ടം നഷ്ടപ്പെടുകയുണ്ടായി. അപ്പൊ ആ ആദ്യത്തെ മനുഷ്യൻ അമ്പെ പരാജയപ്പെട്ടു പോയി. എന്നാൽ ഗത്സമന എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഓർപ്പിക്കുന്നതായിട്ടുള്ള ചില സംഗതികൾ. എന്തൊക്കെയാണെന്നാണ് ഈ കുറച്ച് ചെറിയ സമയം കൊണ്ട് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്ന്, ഗത്സമന എന്ന് പറയുന്നത് നമ്മെ ഓർപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഗതി, ഇത് ക്രിസ്തീയ സഭയെ കാണിക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. ക്രിസ്തീയ സഭ ഒരു തോട്ടത്തിന് തുല്യമാണ്. ഉത്തമവേദം 2-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ മുന്തിരി തോട്ടങ്ങളൊക്കെ പൂത്ത് ഇരിക്കുന്നു, അതിനെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ തന്നെ പിടിപ്പി എന്ന് ഉത്തമഗീതത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. അത് ഒരു തോട്ടത്തിന് തുല്യമാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്. ഗത്സമന ഒരു തോട്ടമാണ്. അതിന് ഫെൻസിങ് ഉണ്ട്, അതിന് വേലികളുണ്ട്, അതിന് അതിരുകളുണ്ട്. അതിരുകളൊക്കെ സുശക്തമാണ്. ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, സുശക്തമായ ഫെൻസിങ് ഉള്ള, വേലികളുള്ള, അതിരുകളുള്ളതായ ഒരു തോട്ടത്തിന് തുല്യമാണ്. ആ തോട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നും. നമ്മൾ എത്രയും പേര്, കുറച്ച് പേരേ ഉള്ളൂ, 10-12 പേരേ ഉള്ളൂ. വി ആർ ഇൻ എ ഗാർഡൻ. നമ്മളൊരു തോട്ടത്തിൽ, ഒരു പൂന്തോട്ടം. ആ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ട്? ചെടികളുണ്ട്, മരങ്ങളുണ്ട്, നല്ല പുഷ്പങ്ങൾ, പൂക്കൾ ഉണ്ടാകുന്നതായിട്ടുള്ള, പുഷ്പിക്കുന്നതായിട്ടുള്ള ചെടികളുണ്ട്. ഇതിനെയൊക്കെ നനയ്ക്കുവാനും, അതിനെയൊക്കെ പോറ്റുവാനും, അതിനെയൊക്കെ ശുശ്രൂഷിക്കുവാനുമായിട്ട് ഇതിൻ്റെ അകത്തെ ആളുകൾക്ക് ഉള്ളതായ അവരുടെ ജോലിയാണ്, അവരുടെ ശുശ്രൂഷ. അപ്പൊ ഈ തോട്ടത്തിൽ വളരെയധികം കർത്താവിൻ്റെ സഭയുമായിട്ട് വളരെയധികം ബന്ധം ഉണ്ട് എന്നുള്ളത് നാം ഓർക്കുക. ഇത് നാളെ ആരും ചെന്ന് കർത്താവിൻ്റെ സഭ ഗത്സമന തോട്ടത്തിലാണെന്ന് ആരും പ്രശ്നിക്കേണ്ട. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ ക്രിസ്തീയ സഭയെ കാണിക്കുന്ന, ക്രിസ്തുവിൻ്റെ സഭയെ കാണിക്കുന്നതായിട്ടുള്ള ഒരു ഉദാഹരിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്. അവിടെ എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യം ആ തോട്ടത്തിൽ ഉണ്ട്. സഭയിൽ എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും വി ആർ ഇൻസൈഡ് ദ ഗാർഡൻ. നമ്മൾ ഈ സഭയ്ക്കകത്താണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, ആരാധിക്കാൻ അവസരമുണ്ട്, അന്യോന്യം സ്നേഹിക്കാൻ അവസരമുണ്ട്, സഹകരിക്കാൻ അവസരമുണ്ട്, കൂട്ടായ്മ ആചരിക്കാൻ അവസരമുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളും, ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള ചെടികളും, ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള പുഷ്പങ്ങളും ഒക്കെ
ആ തോട്ടത്തിൻ്റെയും ആ തോട്ടക്കാരൻ്റെയും ആ ഗാർഡന്റെ ഉടമ അല്ലെങ്കിൽ ആ തോട്ടത്തിന്റെ ഉടമയുടേതാണ് ഇവിടെ നിൽക്കുന്നതായിട്ട് തടികൾ. അത് വേറെ ആർക്കും വന്ന് വെട്ടിക്കൊണ്ട് പോകാനോ വേറെ ആർക്കോ ദുരുപയോഗം ചെയ്യാനോ വേറെ ആർക്കും അത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകാനോ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനോ പറ്റില്ല. നമ്മൾ ഈ സഭ ദൈവത്തിൻ്റെതാണ്, തോട്ടക്കാരൻ കർത്താവാണ്. അതുകൊണ്ട് നാം ഏവരും നമ്മുടെ കർത്താവിൻ്റെ. ഇവിടെ പിതാവുമായിട്ടുള്ള പ്രാർത്ഥനയിലാണ് നാം അവിടെ കാണുന്നത്. കർത്താവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ തോട്ടം, ഈ സഭ പ്രാർത്ഥിക്കുവാനുള്ളതായ ഒരു തോട്ടവും ഒരു സഭയുമാണ്. തമ്മിൽ ഭാരം ചുമക്കുന്നതിന് ഉള്ളതായ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ ഈ തോട്ടത്തിൽ കൊണ്ടുപോയിട്ട്, എനിക്ക് തോന്നുന്നു എവിടെയാണ് മറ്റു ശിഷ്യന്മാരെ ഉപേക്ഷിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല, അവിടെ തോട്ടത്തിൽ ചെന്നു ശിഷ്യന്മാരോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ട് കുറച്ചുകൂടെ താനുമായിട്ട് പ്രിയമുള്ള 3 പേരെ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് അവരോടും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടതായിട്ട് നാം കാണുന്നു. ബന്ധങ്ങൾ, ഭാരങ്ങൾ ചുമക്കുന്നതായിട്ടുള്ള സ്ഥലമാണ് സഭ അല്ലെങ്കിൽ തോട്ടം. അന്യോന്യം ഭാരങ്ങൾ ചുമക്കുവാനും അന്യോന്യം വിളിക്കുവാനും പറയുവാനും കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെയുള്ളതായ അവസരം ഗത്സമനയിലുണ്ട്. അത് ഈ ശിഷ്യന്മാർക്ക് കർത്താവുമായിട്ട് ആ ബന്ധം സ്ഥാപിച്ചിരുന്നെങ്കിൽ അവർക്കും പറ്റിയേനെ. ഈ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നു, ഒരു നാഴിക പോലും നിനക്ക് എന്നോട് കൂടെ ഉണർന്നിരിക്കാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ഇടവക ഒരു തോട്ടമാണ്, നമ്മുടെ സഭ ഒരു തോട്ടമാണ്. നമ്മുടെ ഇടവകയിലുള്ള ഒരാളിന് വയ്യാതെ വന്നാൽ ആ ആളിനെ വിളിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഒക്കെ നമ്മുടെ കടമയാണ്. നമ്മൾ പെന്തിക്കോസ്തുകാരെയൊക്കെ കുറ്റം പറയാം. പക്ഷെ പെന്തിക്കോസ്തുകാർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എന്താ പറയാം, ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാതിരുന്നാൽ പാസ്റ്ററും പാസ്റ്ററുടെ ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ കൂടിയാണ് ആ വയ്യാതെ കിടക്കുന്ന കിട്ടിച്ചത്. പിന്നെ അവർക്ക് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർക്ക് സുഖമില്ലെങ്കിലും അവർ പിന്നെ എഴുന്നേറ്റം നടക്കും. കാരണം സുഖമില്ലാതെ വീണ്ടും കിടന്നാൽ പാസ്റ്ററും പിന്നെ ആളുകളും കൂടെ വീട്ടിൽ നിന്ന് പോകുമല്ലോ. അതുകൊണ്ട് അവർ എഴുന്നേൽക്കുവാണ്. കാരണം അവര് അത്രമാത്രം, ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അതൊരു അസഹനീയമായിട്ട് നമുക്ക് തോന്നിയാലും അവരുടെ ബന്ധങ്ങളാണ്, അവരുടെ സ്നേഹവും അവരുടെ കരുതലും തന്നെയാണ്. പിന്നെ ആ സഭയിൽ നിന്ന് ആരും വിട്ടു പോകില്ല. നമ്മുടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കാണാം, നമ്മുടെ ആരെങ്കിലും വയ്യാതെ വീടുകളിൽ, നമ്മുടെ പ്രായമുള്ളവർ ഞായറാഴ്ച ഒരു പള്ളിയിൽ വരുന്നുണ്ടെന്ന് അന്വേഷിക്കാൻ, അവരെ പള്ളിയിൽ വരാത്തവരാണെങ്കിൽ അവന് ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരാൻ, അവരെ തിരിച്ചു കൊണ്ടുവിടാൻ, അങ്ങനെയുള്ളതായ ഒരു സഭ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോട്ടം, ബന്ധങ്ങളുടെ സ്ഥലം കൂടെയാണ് ഈ ഗത്സമന എന്നുള്ളത് നാം മറന്നുപോകുന്നത്. ശിഷ്യന്മാരാണ് ഈ തോട്ടത്തിൽ ഉണ്ടായിരുന്നത്, അല്ലേ? കർത്താവിന്റെ ഡിസൈപ്പിൾസ്, കർത്താവിന്റെ ശിഷ്യന്മാർ. ആരാണ് ഡിസൈപ്പിൾ? ആരാണ് ശിഷ്യൻ? ഡിസൈപ്പിൾ ഈസ് വൺ ഹു ഹാസ് ഡിസിപ്ലിൻ. ശിഷ്യത്വം അല്ലെങ്കിൽ ഡിസിപ്ലിൻ, ഡിസിപ്ലിന്റെ മലയാളം എന്താ? ശിക്ഷണം, അച്ചടക്കമുള്ളതായ ആളുകളാണ് ശിഷ്യന്മാർ. അതുകൊണ്ടാണ് അവരെ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലേ? ഫോളോവേഴ്സ് എന്നല്ല പറയുന്നത്, ഡിസൈപ്പിൾസ് എന്നാണ് കർത്താവിന്റെ ശിഷ്യന്മാരെ പറയുന്നത്. കർത്താവിനെ അനുഗമിക്കുന്നവരെയൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞെങ്കിലും കർത്താവിനെ കൂടെ നടന്ന, കർത്താവിനെ ശുശ്രൂഷിച്ച, കർത്താവിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതരായിരുന്നതായിട്ടുള്ള ആളുകളെ ശിഷ്യന്മാരാണ്. ഈ ശിഷ്യന്മാർക്ക് അച്ചടക്കമുള്ളവരായിരുന്നു. ഈ തോട്ടത്തിന്റെ പ്രത്യേകത ഏതാണ്? എനിക്ക് എവിടെയും പോകാം, എങ്ങനെയാകാം, എന്തുമാകാമെന്ന് പറയുന്ന ആളുകളല്ല ഈ തോട്ടത്തിലുള്ളതായ ആളുകൾ ഡിസിപ്ലിനാണ്. നമ്മളൊക്കെ ശിഷ്യന്മാരാണ് കർത്താവ്. നമുക്കൊക്കെ ഒരു അച്ചടക്കം ഉള്ളവരായിരിക്കും. എപ്പോഴും ഉറങ്ങുവാൻ, എപ്പോഴും ഈ ശിഷ്യന്മാരെ പറ്റി കർത്താവ് ആഗ്രഹിച്ചത് എന്താ? അവർ ഉണർന്നിരുന്ന് കർത്താവിന്റെ ഈ ഭയങ്കരമായ ദാരുണമായ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള സമയത്തിൽ കൂടെ കർത്താവ് കടന്നു പോവുകയാണ്. ആ സമയത്ത് സഭ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. രണ്ടാമതായി ഈ ഭാഗത്ത് നാം വായിക്കുന്നു, അവിടെ പോയി പ്രാർത്ഥിച്ചു വരുമ്പോൾ ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞിട്ട് പത്രോസിനെയും ശബരിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് എന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. ഒരു 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 ട്രാൻസിഷൻ പീരീഡാണ് ഈ ഗത്സമനയിൽ നടക്കുന്നത്. ഒരു ലീഡർഷിപ്പ് ഈസ് ബീയിങ് ജനറേറ്റഡ്. ഒരു നേതൃത്വം അവിടെ നടക്കും. എന്താ? 12 ശിഷ്യന്മാരുള്ളതിൽ 9 പേരെ ഒരിടത്ത് ഇരുത്തിയിട്ട്
മൂന്ന് പേരെയും കൊണ്ട് കർത്താവ് ഇച്ചിലൂടെ മുമ്പോട്ട് പോകും. അത് കാണിക്കുന്നത് ക്രിസ്തീയ സഭയുടെ ലീഡർഷിപ്പ്. മൂന്ന് പേർ ശിഷ്യന്മാരിൽ പ്രമുഖരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ ചില സ്ഥലങ്ങളിലൊക്കെ കർത്താവ് കൂടെ കൂട്ടിയതായിട്ട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വേറെ ഏതൊക്കെ സ്ഥലങ്ങളാണെന്നറിയാമോ? ഒന്ന് മറുരൂപമല, കർത്താവിന്റെ ട്രാൻസ്ഫിഗറേഷൻ നടക്കുന്നതായിട്ടുള്ള അവസരം. മറുരൂപമലയിൽ ഇവരെ മൂന്ന് പേരെയുമാണ് മലയിൽ കൊണ്ടുപോയത്. അവിടെ ഈ മൂന്ന് പേരും കണ്ടതായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് എന്താ? കർത്താവിന്റെ തേജസ്സുള്ള ശരീരം കാണുവാനായിട്ട് സാധിച്ചു. ശിഷ്യന്മാര് തന്റെ തേജസ്സുള്ളതായ ശരീരം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് കണ്ടത്. എന്നാൽ പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവിന്റെ രൂപാന്തരം സംഭവിച്ചതായിട്ടുള്ള തേജസ്സേറിയ രൂപം കാണുവാൻ ഏതാനും ചില നിമിഷങ്ങൾ മാത്രമേ നിന്നുള്ളൂ എങ്കിലും അതൊന്ന് കാണുവാനായി കഴിയും. തന്നെയല്ല, അവിടെ മോശയും ഏലിയാവും വന്ന് പ്രത്യക്ഷപ്പെട്ടതും ഈ മൂന്ന് പേര് കണ്ടു അല്ലേ? അവിടെ കർത്താവിന്റെ സ്വരം, പിതാവിന്റെ സ്വരവും കേൾക്കും. എന്തുവാ? ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായ ശബ്ദം. അപ്പം മൂന്ന് സഭയുടെ, കർത്താവിന്റെ ഈ സഭയുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് എല്ലാ ശിഷ്യന്മാരും ലീഡേഴ്സ് ആയിരുന്നെങ്കിലും അവരിൽ മൂന്ന് പേര് സ്വല്പം കൂടെ മുൻപോട്ട് ചെന്ന് അവരെ നേതൃത്വ പാഠത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് സാധിച്ചു. അത് അവരുടെ ആ ലീഡർഷിപ്പിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് they have seen the glory of Christ. കർത്താവിന്റെ മഹത്വം, തേജസ്വരമായിട്ടുള്ള ഒരു രൂപം അവർ കണ്ടു. അതുപോലെ തന്നെ they heard the divine voice. കർത്താവിന്റെ സ്വരം കേൾക്കുവാൻ, ദൈവിക ശബ്ദം കേൾക്കുവാൻ, ക്രിസ്തുവിനെ പറ്റിയുള്ള ശബ്ദം കേൾക്കുവാനുമായിട്ടിടയായി. അപ്പം ഒരു ലീഡർ എന്ന് പറയുന്നത് ഈ പത്രോസും യാക്കോബും യോഹന്നാൻ, they were leaders. ക്രിസ്തീയ സഭയുടെ ഏറ്റവും മുൻപന്തിയിൽ നിന്നതായിട്ടുള്ള ലീഡേഴ്സ്. അവര് കർത്താവിന്റെ തേജസ്സേറിയ മുഖം കണ്ടു, അവർ കർത്താവിന്റെ തേജസ്സേറിയ സ്വരം കണ്ടു. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ മോശയെ പറ്റി പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അഹറോന് എന്താ മോശ മേലിൽ മലയിൽ പോയതായിട്ടുള്ള അവസരത്തിൽ ഇവിടെ താഴെ അഹറോൻ ഈ ആളുകളുമായിട്ട് ഒന്നിച്ചു കൂടാൻ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി അഹറോൻ ഇങ്ങനെ ആഘോഷിക്കാം. പക്ഷേ ആരാണ് മുൾപ്പറപ്പ് കണ്ടത്? മോശം. ആരാണ് ദൈവത്തിന്റെ സ്വരൂപം കണ്ടത്? മോശം. ഈ മുകളിൽ, മലയുടെ മുകളിൽ, സിനായി മലയുടെ മുകളിലിരുന്ന ദൈവത്തിന്റെ തേജസ് കണ്ടതും ദൈവത്തിന്റെ ശബ്ദം കേട്ടതും ദൈവം കൽപ്പനകൾ എഴുതി കൊടുത്തതായിട്ടുള്ള കൽപ്പനകൾ കണ്ടതും ഒക്കെ ആരാ? മോശം. ആ മോശ ജീവിതത്തിന്റെ അന്ത്യം വരെ വിശ്വസ്തനായി. പക്ഷെ അഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത് വെറുതെയായിരുന്നു അല്ലേ? നമ്മുടെ കർത്താവിന്റെ സഭയുടെ ലീഡേഴ്സാണ് അല്ലേ? ദൈവശബ്ദം നാം കേട്ടവരാണ്, അല്ലെങ്കിൽ കേൾക്കേണ്ടവരാണ്. ദൈവത്തിന്റെ സ്വരം നാം കേൾക്കേണ്ടവരും ദൈവത്തിന്റെ കർത്താവിന്റെ ക്രിസ്തുവിന്റെ തേജസ്വരമായിട്ട് മുഖം കാണേണ്ടവരും. എങ്ങനെയാണ് തേജസ്വര മുഖം കാണുവാൻ സാധിക്കുന്നത്? കർത്താവിനോടുള്ളതായ നമ്മുടെ പ്രാർത്ഥനയിലും ബന്ധത്തിൽ. അതാണ് മുമ്പേ പറഞ്ഞ്, ക്രൂശിനെ അടുത്തറിയുക മാത്രമല്ല, ക്രൂശിനെ രുചിച്ചറിയുകയും ക്രൂശിനെ തിരിച്ചറിയുകയും ചെയ്യുന്ന സ്വഭാവത്തിന് ഉടമകളായി നാം തീരേണ്ടതായി. പിന്നെ ഈ മൂന്ന് പേരെ വേറെ ഒരു സ്ഥലത്തൂടെ ഈ മൂന്ന് പേരെയും കൊണ്ട് കർത്താവ് പോയതായിട്ട് നമുക്കറിയാം. യായിറോസിന്റെ മകളെ വീർപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലത്തും ഈ മൂന്ന് പേരായിരുന്നു. ക്രിസ്തീയ സഭയ്ക്ക് താന് പോയി കഴിയുമ്പോൾ തൻ്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരെ മൂന്ന് പേരെയും യായിറോസിന്റെ മകളെ വീർപ്പിക്കുന്നിടത്തും മറുരൂപമലയിലും അല്ല ഇവിടെ ഗത്സമനയിൽ തന്നോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇത് കർത്താവ് ഈ മൂന്ന് പേരോടുള്ളതായ ഏറ്റവും വിശ്വസ്ത അല്ലെങ്കിൽ വിശ്വാസ്യതയെ കാണിക്കും. കർത്താവിന് ഇവർ മൂന്ന് പേരോട് വളരെ വിശ്വാസമാണ്. അവർ ലീഡേഴ്സാണ്. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. ഒരു നേതാവിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയും വിശ്വാസവും. ട്രസ്റ്റ് വർത്തി എന്ന് ഇംഗ്ലീഷിൽ പറയും.
ക്രിസ്തുവിന് നമ്മെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. ഗെത്സമനയിൽ അതിൻ്റെ ഒരു ട്രാൻസിഷനാണ്, ഗെത്സമനയിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് കൂടാണ് നടക്കുന്നത്. കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് ഗെത്സമനയിൽ ശിഷ്യന്മാരുമായിട്ട് പോയതായിട്ടുള്ള അവസരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിച്ചെന്നറിയാം. 3 പേരെ വലിയ നേതാക്കളായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുക. എന്നാൽ ഇതിനകത്ത് വേറെ ഒരു കാര്യങ്ങളുണ്ട്. അവരെയാണ് ചെന്ന കർത്താവ് ശാസിക്കുന്നത്. നിങ്ങൾ ഉറങ്ങുകയാണ്. ചിന്തിച്ചു വന്നതായിട്ടുള്ള സമയത്ത് ഇവന്മാർ 3 കൂടെ ഭയങ്കര കർത്താവ് ഒരു നേരം പോലും ഒരു നാഴിക പോലും എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലയോ പത്രോസേ, ശിമോനോട് ചോദിക്കാൻ. അതിന് തൊട്ട് മേലിൽ 36 മുതലുള്ളതായിരുന്നു നമ്മുടെ പ്രതിപാദ്യ വചനങ്ങൾ. 35-ാമത്തെ വാക്യത്തിൽ കർത്താവിനോട് പത്രോസ് പറയുകയാണ്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ലെന്നാണ് പത്രോസ് പറഞ്ഞത്. പക്ഷെ ഏതാനും ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രോസ് പൂക്കുറ്റിയോ. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ലീഡേഴ്സ് ആർ ബോൺ. നേതാക്കന്മാര് ജയിക്കുകയാണ്. നമ്മളെല്ലാം കർത്താവിനെ വിളിക്കപ്പെട്ട നേതാക്കന്മാർ. നമ്മുടെ കഴിവുകളോ നമ്മുടെ യോഗ്യതകളോ ഒന്നും കർത്താവ് കണക്കിടാതെ നമ്മെ തന്നെ സഭയ്ക്ക്, കൊച്ചു സഭയ്ക്ക് വിശ്വസ്തരും നമ്മെ കർത്താവിൻ്റെ സഭയ്ക്ക് നേതാക്കന്മാരുമായിട്ട് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മളും ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് വരുന്നതായിട്ടുള്ള വേറെ ചിലർ പിന്നെ പേര് പറയുന്നു. We are more answerable to Christ. നമ്മൾ കൂടുതൽ ഉത്തരം പറയേണ്ടവരാണ്, കൂടുതൽ അക്കൗണ്ടബിലിറ്റി നമുക്കാണ്, റെസ്പോൺസിബിലിറ്റി കൂടുതൽ നമുക്കാണ്. അവിടെ ഇരുന്നതായിട്ടുള്ള യൂദായിക്കോ മത്തായിക്കോ മറ്റുള്ള ശിഷ്യന്മാർക്കോ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ചുമതലകളും ഉത്തരവാദിത്വങ്ങളും കൂടുതൽ ആർക്കായിരുന്നു? പത്രോസിനും യോഹന്നാനും അതുപോലെ തന്നെ യാക്കോബിനും ആയിരുന്നു എന്നുള്ളത് നാം മറന്നു. അവരെ ഉറങ്ങുന്നു 3 പേര്. നമ്മളും ഉറങ്ങാൻ വളരെ എടുക്കാം അല്ലേ? നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. ഈ വലിയ ലീഡേഴ്സൊക്കെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മോദിയൊക്കെ 2 മണിക്കൂറും 2.5 മണിക്കൂറും ഉറങ്ങി തുറന്നാണ്. നമ്മളൊക്കെ നേരെ തിരിച്ച 2.5 മണിക്കൂറേ നമ്മൾ ഉണർന്നിരിക്കത്തുള്ളൂ, ബാക്കി സമയം മുഴുവൻ നമ്മൾ ഉറങ്ങുകയാണ്. ലീഡേഴ്സ് പെട്ടെന്ന് ഉറക്കം വരുന്നവരാണ്, പെട്ടെന്ന് ഉണരുകയും ചെയ്യും. ചിലർ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും, പക്ഷെ നമ്മളെ ഉണർത്തണമെങ്കിൽ ഭയങ്കരമായ പ്രയാസം. നമ്മൾ ഉറങ്ങണം. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഉറക്കം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. പക്ഷെങ്കിൽ ഓർക്കണം, ക്രിസ്തീയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് മോർ ആൻസറബിൾ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവരും നമ്മൾ ഉത്തരം പറയേണ്ടവരുമാണ്. 3-ാമത്തെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. 3-ാമത്തെ കാര്യം പ്രാർത്ഥനയുടെ ആവശ്യം. ക്രിസ്തു ഈ ഗെത്സമനയിൽ നമ്മെ ഓർപ്പിക്കും. പ്രാർത്ഥനയുടെ ആവശ്യം, ക്രിസ്തുവിനെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം. ദൈവമല്ലേ, ദൈവത്തിൻ്റെ പുത്രനാണ്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? അവിടെ ക്രിസ്തു അവരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന വളരെ വളരെ എന്താ പറയുന്നത്, പ്രിസൈസ്ഡ് ഫോമിലാണ് ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്. വളരെ ചുരുക്കത്തിൽ ചുരുക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ദൈവമേ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ അല്ലേ? പ്രത്യേകിച്ച് ഈ നമ്മുടെ കോടതിയിലെ കേസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ചിലരെയൊക്കെ പ്രാർത്ഥന, ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് പണ്ട്. ചിലരെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത്, കർത്താവേ ഞങ്ങളുടെ കേസാണ്, ഞങ്ങളുടെ വക്കീൽ വാദിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നല്ല വാചകങ്ങൾ കൊടുക്കണം, നല്ല ഭാഷ കൊടുക്കണം, ഓർമ്മയെല്ലാം കൊടുക്കണം. മറ്റേ വക്കീൽ വാദിക്കുമ്പോൾ മറ്റേ അങ്ങനെയൊന്നും പറയാൻ പോലും ഇടവരരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതോ അല്ല. നമ്മുടെ മറ്റൊരു പ്രാർത്ഥന, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ചിലപ്പോൾ ഒരു കോമഡിയായിട്ട് മാറും. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആശുപത്രി കിടക്കുന്ന മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥന അല്ലാതെ ചുരുക്കത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ജോളി കൊച്ചമ്മയും നമ്മുടെ ലീലാമ കൊച്ചമ്മയും പ്രാർത്ഥിക്കരുതേന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കും. ചുരുക്കത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിന് പ്രാർത്ഥിക്കുന്ന ഒരിക്കൽ ജോയി മാത്തച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്.
ഷാരിയച്ചൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഭക്ഷണത്തിനായിട്ട് സ്തോത്രം, മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ ഭക്ഷിച്ച് ബലപ്പെട്ട തിരുനാമത്തിന് അനുഗ്രഹിക്കും. അപ്പം ജോയിമാത്തച്ഛൻ ചോദിച്ചു, ഈ മുഖാന്തരം എന്ന് പറയുന്നത് എന്തോ? ജോയിമാത്തച്ഛനോട് ഷാരിയച്ചൻ പറഞ്ഞു, അത് ഈ ബാക്കിയുള്ള എല്ലാവരും അതിനകത്ത് പെടും. ജോയിമാത്തച്ഛൻ പറഞ്ഞു, ഈ വെളച്ചിലും സ്തോത്രവും പ്രാർത്ഥനയും വേണ്ട. തമാശ പറഞ്ഞാണ്. പക്ഷെ എന്താണ്, നമ്മുടെ ചില ആളുകളോട് പ്രാർത്ഥിക്കാൻ, ഭക്ഷണത്തിന് പ്രാർത്ഥിക്കാൻ പറയും. ഒന്നാം ചൊവ്വാഴ്ച പ്രാർത്ഥനയിലെ എല്ലാവരും കുറച്ച് പേര് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നവർ ഭക്ഷണം കഴിച്ചു തുടങ്ങും, കഞ്ഞി കുടിച്ച് തുടങ്ങും. ഞങ്ങൾ ആ ടേബിളിൽ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ചിലർ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, സ്വർഗ്ഗീയപിതാവേ, നല്ല ദിവസത്തിനായി സ്തോത്രം, ഒന്നാം ചൊവ്വാഴ്ചക്കാരുടെ സ്തോത്രം, ഇന്ന് ഭക്ഷണം കൊടുത്തവർക്കാരുടെ സ്തോത്രം, പിന്നെ ഇതിന് പുറകിൽ അധ്വാനിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മുമ്പിൽ നിന്ന് കഴിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാം പറഞ്ഞിട്ടാണ് പ്രാർത്ഥന. അപ്പൊ നമ്മുടെ കർത്താവിന്റെ പോട്ടനാണ്. നമ്മുടെ പ്രാർത്ഥന ഇനിയാകാം എന്നാ എൻ്റെ ചിന്ത. നിങ്ങൾക്കൊക്കെ ഫ്രീഡം ഉണ്ട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് സ്തോത്രം, ഭക്ഷിച്ചിട്ട് തിരുനാമത്തിന് മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കും. പ്രാർത്ഥന വളരെ വളരെ ചുരുക്കത്തിലുള്ള പ്രാർത്ഥന. ചില വീടുകളിൽ ചെന്നാൽ പ്രാർത്ഥിച്ച് പണ്ട് ഞാൻ പറഞ്ഞ കാരണം, ഒരു അപ്പച്ചൻ മരിക്കാൻ തുടങ്ങിയപ്പോൾ ഉപദേശിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. മൂത്ത മോൻ ലണ്ടനിലിരുന്ന്, രണ്ടാമത്തെ മോൻ യൂറോപ്പിലുണ്ട്, മൂന്നാമത്തെ മോൻ അമേരിക്കയിൽ, നാലാമത്തെ UP-യിൽ. ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂർ വേണ്ടി പ്രാർത്ഥന വെച്ച് കണ്ടു തുറന്നു നോക്കിയപ്പോൾ അപ്പച്ചൻ മരിച്ചു. അപ്പോൾ അവിടെ വന്ന് മോൻ ചോദിച്ചു, പിന്നെ ഉദ്ദേശിച്ച് ചോദിച്ചു, എപ്പോഴാണ് മരിച്ചു? അപ്പം ഉപദേശി യൂറോപ്പിൽ നിൽക്കുകയാണ് ഇളയ മോൻ്റെ കൂടെ. ഇപ്പോഴത്തേക്ക് ഈ പ്രായമുള്ള അപ്പച്ചൻ മരിച്ചായിരുന്നു. നമ്മുടെ പ്രാർത്ഥന ഓർത്തുകൊള്ളണം. നമ്മുടെ ക്രൂശിനെ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ചുരുക്കമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച്, അതായത് ഈ പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അന്നേരം മൈകച്ചലിൽ പിന്നെ ചുറ്റുപോലുള്ളവർക്കും അല്ലെങ്കിൽ അങ്ങ് തുടങ്ങിയുള്ള ഇങ്ങേ അറ്റം വരെയുള്ള ആണ്ടിക്കുടിയിലുള്ളവർക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കേണ്ട സമയമല്ല നമ്മുടെ ഈ പ്രസംഗം കഴിഞ്ഞുള്ള പ്രാർത്ഥന. പ്രസംഗം കഴിഞ്ഞുള്ള പ്രാർത്ഥന മിക്കവാറും ഞാൻ ഈ ശുശ്രൂഷ കൊടുക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? പ്രാർത്ഥന ഈസ് ബ്യൂട്ടിഫുൾ. വളരെ വളരെ എന്താ പറയുന്നത്, അതിലൊരു മനോഹാരിതയുണ്ട് ആ പ്രാർത്ഥനയിൽ. ആ പ്രസംഗം എന്തായിരുന്നോ അതായിരിക്കും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പല ആളുകൾക്കും ആ ഒരു പ്രാർത്ഥന കൊടുക്കാൻ എനിക്ക് പേടിയാണ്. കാരണം പ്രാർത്ഥിക്കാൻ നടത്തത്തില്ല, പ്രസംഗിക്കുന്നതല്ല പ്രാർത്ഥിക്കുന്നത്, പ്രസംഗിക്കാത്തതൊക്കെ അതിനകത്ത് കൊണ്ടുവന്ന് പുതിയ പ്രസംഗങ്ങളും ഒക്കെ അതിനകത്ത് ചേർത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ അതിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത്, അവരോട് ചിന്തിച്ചോളൂ ആരൊക്കെയാണ്. നമ്മുടെ ചില ആളുകൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ കർത്താവ് ഇതെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ജീവന്റെ പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവാകുന്ന ഞങ്ങളുടെ പിതാവായ ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള കർത്താവ് ഇതെല്ലാം കേൾക്കുന്ന പിതാവയാണ്. ഞാൻ ആ എക്സാക്ട് വാചകങ്ങൾ ഓർക്കുന്നില്ല. ഞാൻ തന്നെ ഇരുന്ന് ചിരിച്ചു ഇത് കേട്ടിട്ട്. ഞങ്ങൾ കർത്താവെ തിരുസന്നിധി സമർപ്പിക്കുന്നു, യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞാൽ മറ്റേത് പറയുന്നതും ഇതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോ? അതോ ഈ ആദ്യത്തെ പ്രാർത്ഥനയും മുന്നോട്ട് പോവുകയുള്ളോ? കർത്താവിന്റെ പ്രാർത്ഥന കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാണ്. നമ്മുടെ പ്രാർത്ഥനയിലെ പ്രധാന ഭാഗം ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അല്ല കർത്താവിന്റെ ഹിതം എന്ന് പറയുന്നത്. കർത്താവിന്റെ ഹിതം വേറെയാണ്. കർത്താവിന്റെ ഹിതം നടപ്പാകുവാനായിട്ടുള്ളതായ ആവശ്യമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ. അപ്പോൾ കർത്താവായ ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത് കഴിയുമെങ്കിൽ, ഈ പോസിബിൾ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. കർത്താവിന് അറിയാമല്ലോ ഈ പാനപാത്രം കർത്താവിൽ കൂടെ പറ്റുള്ളൂ. വേറെ ഒരു കാരണവശാലും വേറെ ഈ പാനപാത്രത്തിൽ കൂടെ കടന്നു പോയെങ്കിലേ ഈ സമയത്ത് നടക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവിന് അറിയാം. പക്ഷെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് കഴിയുമെങ്കിൽ. അതെന്താണെന്ന് അറിയാമോ? അങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് കാരണം കർത്താവ് ഫുള്ളായിട്ട് മുഴുവനായിട്ട് ദൈവവും മുഴുവനായിട്ട് മനുഷ്യനും, മനുഷ്യന്റെ ബലഹീനതയുടെ ഏറ്റവും ഒത്തിച്ച കോടിയിലാണ് കർത്താവ് സമീപിക്കുന്നത്. കർത്താവിന്റെ പ്രാർത്ഥന അതൊരു മോഡൽ പ്രെയറാണ്, മോഡൽ പ്രാർത്ഥനയാണ്. കർത്താവ് കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥന എങ്കിൽ നീക്കുന്നത്. കഴിയാൻ പറ്റത്തില്ലെന്ന് വ്യക്തമായിട്ട് കർത്താവിന് അറിയാമെങ്കിലും
മാനുഷികമായിട്ടുള്ള കർത്താവിന്റെ ധാരണകളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചതായിട്ടൊരു പ്രാർത്ഥന നമ്മുടെ ഈ മുമ്പിൽ ഇതാണ്. നമ്മുടെ ഈ നിസ്സഹായതയ്ക്ക് മുമ്പിൽ കർത്താവെ കഴിയുമെങ്കിൽ ഇന്ന രോഗം മാറ്റണം, അവിടുത്തെ ഹിതമാണെങ്കിൽ ഇന്ന രീതിയിൽ പെരുമാറണം, ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, അല്ല നിന്റെ ഹിതം ഇന്നതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്കൊക്കെ ഒരു മനസ്സുണ്ട്. നമ്മുടെ ഓർപ്പിക്കുന്നത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു ഭാഗമാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. ഇന്നലെ സാറ് പറഞ്ഞതുപോലെ 55-ാമത്തെ വാക്യത്തിൽ ഇനിയും 56-ാമത്തെ വാക്യത്തിൽ എഴുന്നേൽപ്പിയും നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുവാൻ അടുത്തിരിക്കുന്നു. ആഘോഷത്തോടെ, വലിയ ഉത്സാഹത്തോടെ, ഉത്സവത്തിൻ്റെ പ്രതീതിയോടെ ഈ മരണത്തിലേക്ക് പാഞ്ഞെടുത്തതായിട്ടുള്ള ക്രിസ്തു ആർക്ക് വേണ്ടിയായിരുന്നു? നമുക്ക് ഓരോരുത്തർ കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്നതായിട്ട് അടുത്തിറങ്ങിയ മാത്രമല്ല, കർത്താവിനെയും കർത്താവിൻ്റെ ക്രൂശിനെയും തിരിച്ചറിയുവാനുള്ളതായ ഭാഗ്യം കർത്താവ് എനിക്ക് നൽകണമേ എന്നുള്ളതായിരിക്കട്ടെ.